നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മത്സരചിത്രം തെളിഞ്ഞതോടെ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച് മന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. സുധീർ കരമന തിരുവനന്തപുരം സെൻട്രലിൽ ഇടത് സ്വതന്ത്രൻ. ഒറ്റപ്പാലത്ത് PK ശശിക്ക് കൈപ്പത്തി ചിഹ്നമില്ല. മത്സരിക്കുക UDF പിന്തുണയോടെ പൊതു സ്വതന്ത്രനായി. G സുധാകരൻ പാർട്ടിയുടെ ചങ്കിൽ കുത്തിയെന്നും കാണിച്ചത് രാഷ്ട്രീയ വഞ്ചനയെന്നും മന്ത്രി സജി ചെറിയാൻ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ KC വേണുഗോപാൽ ഭൂരിപക്ഷം കൈയടക്കിയെന്ന നീരസത്തിൽ എതിർ ക്യാമ്പുകൾ. അനാവശ്യ വിവാദങ്ങളിലും പ്രശ്നങ്ങളിലും ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി. അവസരം കളയരുത് എന്നും ഒറ്റക്കെട്ടായി മുന്നേറണമെന്നും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം. കോന്നി മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും തനിക്കതിൽ ഉത്തരവാദിത്തമില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചതായി അടൂർ പ്രകാശ് MP. നിലപാട് ചെയ്യാത്ത കുറ്റത്തിന് നേരത്തെ പഴി കേൾക്കേണ്ടി വന്ന സാഹചര്യത്തിലെന്നും അമൃത TVയുടെ നോട്ട് ദി പോയിന്റിൽ MP. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ച് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി. ജീവപര്യന്തം അനുഭവിക്കേണ്ടത് വിവിധ വകുപ്പുകളിൽ 30 വർഷത്തെ കഠിന തടവിന് ശേഷം. തന്റെ മകൾ അനുഭവിച്ച 27 കുത്തിന്റെ വേദനയും ഭയപ്പാടും പ്രതിയും അനുഭവിക്കണമെന്നും ശിക്ഷ കൂട്ടാൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും കുടുംബം. കൊച്ചി വടുതലയിൽ 2 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടെ 5 പേർ മരിച്ച നിലയിൽ. കാസർഗോഡ് മോഗ്രാലിൽ സ്കൂൾ അധ്യാപകനായ BLO സവാദ് പുഴയിൽ ചാടി മരിച്ചു. ആത്മഹത്യ ജോലി സമ്മർദ്ദം കൊണ്ടാണെന്നും മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നും ബന്ധുക്കൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി യൂണിറ്റിൽ 5 രോഗികൾ മരിച്ചത് തീപിടുത്തത്തിന് പിന്നാലെയെന്ന് ബന്ധുക്കൾ. അഗ്നിബാധയെ തുടർന്ന് രോഗികളെ മാറ്റുന്നതിനിടെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നീക്കിയത് മരണകാരണമെന്ന് നെയ്യാറ്റിൻകര സ്വദേശി സനീഷിന്റെ ബന്ധുക്കൾ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ US UK സൈനിക താവളമായ ഡീഗോ ഗാർഷിയിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. ഇറാനിൽ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചുവെന്നും യുദ്ധം അവസാനിപ്പിക്കുന്നത് ആലോചനയിലെന്നും ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി വെടിനിർത്തൽ കരാറിനില്ല എന്ന് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് പ്രയോജനപ്പെടുത്തുന്നവർ സംരക്ഷിക്കണമെന്നും US പ്രസിഡന്റ്. ISLൽ സീസണിലെ ആദ്യ ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. എതിരാളികൾ പഞ്ചാബ് FC. ഹോം ഗ്രൗണ്ടിലെ മത്സരത്തിൽ വിജയപ്രതീക്ഷയിൽ ബ്ലാസ്റ്റേഴ്സ്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ മത്സരം രാത്രി 7:30 മുതൽ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ്. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച് മന്ത്രിമാരടക്കം പ്രമുഖ സ്ഥാനാർത്ഥികൾ. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, P രാജീവ്, B ശിവൻകുട്ടി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ചെന്നിത്തല, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, G സുധാകരൻ അടക്കമുള്ളവർ പത്രിക സമർപ്പിച്ചു. സുധീർ കരമനയെ തിരുവനന്തപുരം സെൻട്രലിൽ ഇടത് സ്വതന്ത്രനായി പ്രഖ്യാപിച്ചു. അതേസമയം ഒറ്റപ്പാലത്ത് PK ശശിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കില്ല. പകരം UDF പിന്തുണയോടെ പൊതു സ്വതന്ത്രനായിരിക്കും അദ്ദേഹം. വിവരങ്ങളുമായി അൻഫിലിറ്റ് ചേരുകയാണ്. അൻഫിലിറ്റ്, എന്തായാലും കേവലം മണിക്കൂറുകൾ മാത്രമാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി ശേഷിക്കുന്നത്. അവസാനവട്ടത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്ന തിരക്കിലുമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രഖ്യാപിക്കാത്ത ചില ഇടങ്ങളിൽ LDFും BJPയും ഈ മണിക്കൂറിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? ജനങ്ങൾക്ക് വളരെയധികം ലിജിൻ, തീർച്ചയായും തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും. വലിയ രീതിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി 1 ദിവസം മാത്രം ബാക്കി നിൽക്കുന്നു. ഇനി തിങ്കളാഴ്ച മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമുള്ളത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവസാന ദിവസം സംസ്ഥാനത്തെ പ്രമുഖരൊക്കെ തന്നെയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഏറെക്കുറെ കഴിഞ്ഞിരിക്കുകയാണ്. മന്ത്രിമാരൊക്കെ തന്നെ ലിജിൻ സൂചിപ്പിച്ചാലും മന്ത്രിമാരൊക്കെ തന്നെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ KPCC അധ്യക്ഷൻ സമർപ്പിച്ചു. ഒപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളെ കാണുന്ന എല്ലാവരും ഏറെക്കുറെ കാണും. ഇനി തിങ്കളാഴ്ച 1 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആവേശത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളുമൊക്കെ തന്നെയും ഉള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച തിരുവനന്തപുരം സെൻട്രലായിരുന്നു. തിരുവനന്തപുരം സെൻട്രലിൽ ഒരു
ഇടത് സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ BJPയുടെ സ്ഥാനാർത്ഥി ഇതുവരെ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ അല്പം മുമ്പാണ് ഇടത് സ്ഥാനാർത്ഥിയായി സുധീർ കരമനയെ ഇടത് സ്വതന്ത്രനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ തിരുവനന്തപുരം സെൻട്രൽ BJPയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റായിരുന്ന സുധീർ കരമന ജയന്റെ പേരൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവസാന നിമിഷം നടൻ കൃഷ്ണകുമാറിന് ചിലപ്പോൾ ഒരുപക്ഷെ സാധ്യത തെളിയുന്നു എന്നൊക്കെ മനസ്സിലാകുന്നു. അതേസമയം ഇടത് മുന്നണിയാകട്ടെ 2 മണ്ഡലങ്ങൾ ഇപ്പോഴും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല. താനൂരിലും അതോടൊപ്പം തന്നെയും വള്ളിക്കുന്നും ഇതുവരെയും 2 സ്ഥാനാർത്ഥികളെ സ്വതന്ത്രരാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം മറ്റൊന്നുള്ളത് ഒറ്റപ്പാലത്ത് PK ശശിയാണ് UDFന്റെ സ്ഥാനാർത്ഥി. PK ശശി അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ കൈപ്പത്തി ചിഹ്നം അദ്ദേഹം എടുക്കില്ല, കൈപ്പത്തി ചിഹ്നത്തിലായിരിക്കില്ല PK ശശി മത്സരിക്കുക എന്നുള്ളതും തീരുമാനമായിരിക്കുകയാണ്. എന്തായാലും മുന്നണികളൊക്കെ തന്നെ സംസ്ഥാനത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ പ്രചാരണത്തിനായി. അതുകൊണ്ട് തന്നെ ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണമൊക്കെ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവേശം ഒട്ടും ചേരുന്നില്ല. എല്ലായിടത്തും തന്നെ തകൃതിയായി തന്നെയാണ് ഇന്ന് ഈ ഉച്ചവരെയുള്ള മണിക്കൂറിൽ നമുക്ക് ലഭ്യമാക്കുന്നത്. ലിജിൻ. ശരി അൻഫിലിറ്റ്, എന്തായാലും നാമനിർദ്ദേശ പത്രികകൾ സ്ഥാനാർത്ഥികൾ സമർപ്പിക്കുകയാണ്. ഇനിയും ചിലയിടങ്ങളിൽ LDF BJPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുമുണ്ട്. അതും ഈ മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുകയാണ്. അൻഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും തനിക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ടാകില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP. ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വന്ന മുൻകാല അനുഭവമാണ് തന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. കോന്നി സീറ്റിനായി താൻ പിടിവാശി കാണിച്ചു എന്ന വാർത്ത മാധ്യമ സൃഷ്ടി മാത്രമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. UDFന് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന് AICC നേതൃത്വം തീരുമാനിക്കും. പല മണ്ഡലങ്ങളിലും CPM BJP ധാരണയെന്നും അടൂർ പ്രകാശ് ആരോപിച്ചു. അമൃത TVയുടെ നോട്ട് ദി പോയിന്റിൽ സംസാരിക്കവെയാണ് UDF കൺവീനർ ഇക്കാര്യം വ്യക്തമാക്കിയത്. കോൺഗ്രസിലെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയുകയായിരുന്നു അടൂർ പ്രകാശ് MP. കോന്നിയിൽ താൻ മത്സരിക്കണം എന്നത് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു. അക്കാര്യം നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നും MPമാർ മത്സരിക്കേണ്ടതില്ലെന്നാണ് പൊതു തീരുമാനം എന്നറിയിച്ചതോടെ അത് അംഗീകരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോന്നി സീറ്റിനായി താൻ പിടിവാശി കാട്ടിയെന്ന വാർത്ത മാധ്യമ സൃഷ്ടി മാത്രമായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോന്നിയിലെ ജനങ്ങൾ എന്നെ എല്ലാ ദിവസവും വിളിക്കുകയാണ്, അങ്ങ് ഇവിടെ വരണം. ഈ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് തന്നെ തിരികെ വരണം എന്ന് എന്നെ വിളിക്കുന്ന ജാതിക്കും മതത്തിനും അതീതമായി പല ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ തന്നെ മടങ്ങി വരണം. മടങ്ങി വന്നാൽ ഈ സീറ്റ് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും. തെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ എന്ത് സംഭവിച്ചാലും തനിക്കതിൽ ഉത്തരവാദിത്വം ഉണ്ടാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുമ്പ് കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടി വന്ന അനുഭവമാണ് തന്നെക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്നും അടൂർ പ്രകാശ് തുറന്നു പറഞ്ഞു. ഈ വാക്ക് പറഞ്ഞില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് പറയാനുള്ള കാരണം ഇതാണ്. എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, എന്നെ ഈ ബൈ ഇലക്ഷൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരാളിനെ നിർത്താതെ പുതിയ ആളിനെ നിർത്തി. പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അടൂർ പ്രകാശിൻ്റെ മണ്ടയ്ക്കാക്കി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി വോട്ട് തേടുന്ന പതിവ് കോൺഗ്രസിനില്ലെന്നും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ AICC നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും UDF കൺവീനർ വ്യക്തമാക്കി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കും. അതിന് ചില ചട്ടക്കൂടുകളുണ്ട്. അവരെടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരായിരിക്കണം മുഖ്യമന്ത്രി. അത് ഇന്ന ആളിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അവരായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ UDF 100-ലേറെ സീറ്റുകൾ നേടുമെന്ന കൺവീനർ എന്ന നിലയിൽ തനിക്ക് ഉറപ്പുണ്ടെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. UDFനെ തോൽപ്പിക്കാൻ CPMഉം BJPയും തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ടെന്നും UDF കൺവീനർ ആരോപിച്ചു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ UDFും LDFും തമ്മിലാണ് പോരാട്ടം നടത്തുന്നത്. പക്ഷേ ആ പോരാട്ടത്തിൽ UDFനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി LDF രഹസ്യധാരണയിലൂടെ BJPയുമായി കൈകോർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. UDF കൺവീനർ അടൂർ പ്രകാശ് പങ്കെടുത്ത നോട്ട് ദി പോയിന്റ് ഇന്ന് വൈകിട്ട് 6:45 അമൃത TVയിൽ കാണാം. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഭൂരിഭാഗവും KC വേണുഗോപാൽ പക്ഷം കൈയടക്കിയതോടെ കടുത്ത അതൃപ്തിയിലാണ് എതിർചേരികൾ. ഭരണം കിട്ടുകയാണെങ്കിൽ MLAമാരിലൂടെ കരുനീക്കത്തിന് തയ്യാറെടുക്കുകയാണ് നേതാക്കൾ. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം സംസ്ഥാനത്തെ കോൺഗ്രസിൽ മാറിമറിഞ്ഞ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മറ്റൊരു തലത്തിലെത്തുന്ന കാഴ്ചയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാനാകുന്നത്. പണ്ടേ പിടിമുറുക്കിയ KC വേണുഗോപാൽ പക്ഷം കൂടുതൽ ശക്തമായി എന്നതിന് അടിവരയിടുകയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക. 95 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് ഇക്കുറി മത്സരിക്കുന്നത്.
ഇതിൽ 92 സീറ്റിലും കൈപ്പത്തി ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥികൾ ഇറങ്ങുന്നത്. ഈ പട്ടികയിൽ ബഹുഭൂരിഭാഗവും KC പക്ഷമാണ് പിടിമുറുക്കിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെയും VD സതീശന്റെയും നോമിനികൾ എണ്ണത്തിൽ കുറവാണ്. ഭൂരിഭാഗം ജില്ലയിലും സ്ഥാനാർത്ഥികൾ ഏറെയും KCയുടെ നോമിനികളും. തൃശൂരിൽ 5-ലധികം നിയോജക മണ്ഡലങ്ങൾ KC പക്ഷം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ മാത്രമാണ് കുറവ്. കൊച്ചി മണ്ഡലത്തിനായി KC വേണുഗോപാലിന്റെ നോമിനിയായ ദീപ്തി മേരി വർഗീസും സതീശന്റെ നോമിനിയായ മുഹമ്മദ് ഷിയാസും അവസാനം വരെയും പോരാടിയിരുന്നു. ഒടുവിൽ സീറ്റ് DCC അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസിന് തന്നെ ലഭിച്ചു. UDF ഭരണത്തിൽ വരുന്ന സാഹചര്യമുണ്ടായാൽ MLA-മാരിലൂടെ കരുനീക്കം നടത്താനാണ് നേതാക്കന്മാർ ശ്രമിക്കുന്നത്. അതേസമയം ഇപ്പോൾ അതൃപ്തിയും വിയോജിപ്പും പരസ്യമാക്കാതെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് നേതൃത്വം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അനാവശ്യ വിവാദങ്ങളിലും പ്രശ്നങ്ങളിലും കടുത്ത അതൃപ്തി അറിയിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വം. അവസരം കളയരുത് എന്നും ടീം ചേർന്ന് പ്രവർത്തിക്കണമെന്നും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കൂടുതൽ ദേശീയ നേതാക്കൾ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ പ്രചരണത്തിന് എത്തുന്നതിന് മുൻപായിട്ടാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. കണ്ണൂരിൽ കെ സുധാകരന്റെ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പിന്നീടുണ്ടായ ചർച്ചകളും ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പൊട്ടിത്തെറികളിൽ കടുത്ത അതൃപ്തിയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം അറിയിച്ചത്. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടെന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ വ്യാപകമായി. കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നേടാനുള്ള അവസരം കളയരുതെന്നും ടീം ചേർന്ന് പ്രവർത്തിക്കാനും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. പ്രചരണത്തിൽ ശ്രദ്ധ നൽകാനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരസ്യ പ്രതികരണങ്ങൾ ഇനി ഒഴിവാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കൂടുതൽ ദേശീയ നേതാക്കൾ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ പ്രചരണത്തിനെത്തുന്നതിന് മുൻപായാണ് സംസ്ഥാന നേതൃത്വത്തോട് ടീമായി പ്രവർത്തിക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പ്രകടമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. നിലവിൽ KC വേണുഗോപാലുമായി ചേർന്നു നിൽക്കുന്ന നേതാക്കളായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ കൂടുതൽ ഇടം പിടിച്ചത്. ജോസഫ് വാഴക്കൻ, ബാബു പ്രസാദ്, N സുബ്രഹ്മണ്യം തുടങ്ങി രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരിൽ പലരെയും അവസാന നിമിഷം ഒഴിവാക്കിയതിലും നേതാക്കൾക്കിടയിൽ അതൃപ്തിയുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥി PK ശശി സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കും. കൈപ്പത്തി ചിഹ്നം ശശിക്ക് നൽകരുത് എന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം നേതൃത്വം അംഗീകരിക്കുകയായിരുന്നു. പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിൽ ചേരാൻ നേതൃത്വം ശശിയോട് ആവശ്യപ്പെട്ടെങ്കിലും വിസമ്മതിച്ചിരുന്നു. ഇതോടെയാണ് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാൻ PK ശശി തീരുമാനിച്ചത്. കൈപ്പത്തി ചിഹ്നം ഉപയോഗിച്ചുള്ള PK ശശിയുടെ പ്രചരണ പോസ്റ്ററുകളും ഫ്ലക്സുകളും ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഇന്നലെ വ്യാപകമായി പതിപ്പിച്ചിരുന്നു. K സുധാകരനെ പുകഴ്ത്തി G സുധാകരനെ വിമർശിച്ചും സജി ചെറിയാൻ. K സുധാകരന്റെ രാഷ്ട്രീയ ധാർമ്മികത G സുധാകരനില്ല. G സുധാകരൻ പാർട്ടിയുടെ ചങ്കിൽ കുത്തി. ചേർത്തലയിൽ P പ്രസാദിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് സജി ചെറിയാന്റെ കുറ്റപ്പെടുത്തൽ. K സുധാകരന് സീറ്റ് കിട്ടിയില്ല, പക്ഷെ അദ്ദേഹം പാർട്ടിയെ ചതിച്ചില്ല. G സുധാകരൻ കാണിച്ചത് രാഷ്ട്രീയ വഞ്ചനയാണ്. K സുധാകരൻ ആ വഞ്ചന കാണിച്ചിട്ടില്ല, അതാണ് രാഷ്ട്രീയ ധാർമ്മികത. ചങ്കിൽ കുത്തിയവരെ കൂട്ടുപിടിച്ച് ജയിക്കാമെന്ന് കോൺഗ്രസ് കരുതേണ്ട എന്നും സജി ചെറിയാൻ പറഞ്ഞു. അത് സംഭവിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ സംഭവിക്കില്ല. വഞ്ചനയല്ലേ കാണിച്ചത്? ഞാൻ ചോദിക്കട്ടെ, K സുധാകരൻ കാണിച്ചില്ലല്ലോ ആ വഞ്ചന. K സുധാകരൻ വഞ്ചന കാണിച്ചു. അതാണ് രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത്. എനിക്ക് സീറ്റ് കൊടുത്തില്ല, വലിയ പ്രശ്നമായി, പൊട്ടിത്തെറി ഉണ്ടായി, മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം കീഴടങ്ങി. എങ്ങനെയാണ് ഈ വിസ്മയങ്ങൾ ഉണ്ടായത്? കേരളത്തിൽ ഒരു പ്ലാനാണ്, ഒരു പദ്ധതി ഇറക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അസ്വസ്ഥതയുള്ളവരെയെല്ലാം പോയി കാണണം. കഴിഞ്ഞ 2 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഉറപ്പ് കൊടുത്തു, പോരെ പോരെ. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജനങ്ങൾ പറയുന്നു ആരോഗ്യ കേരളം മോർച്ചറിയിലാണെന്ന്. സർക്കാർ എല്ലാ രംഗത്തും പരാജയമാണ്. മുഖ്യമന്ത്രി PR പ്രവർത്തനം കൊണ്ട് മേനി നടിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള മുന്നൊരുക്കം UDF പ്രവർത്തകർ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും നടത്തിയിട്ടുണ്ട്. മിഷൻ 26 ഞങ്ങൾ 1 വർഷം മുമ്പ് ആരംഭിച്ചതാണ്. അത് വളരെ ഫലപ്രദമായി നമ്മുടെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിലാണ്. ഈ സർക്കാരിൻ്റെ താഴെ ഇറക്കണമെന്ന വാശിയോടുകൂടി ജനങ്ങൾ നിൽക്കുമ്പോൾ അവരുടെ കൂടെ നമ്മുടെ പ്രവർത്തകരെല്ലാവരും ഉണ്ടാകും. ഇനി മറ്റു വാർത്തയിലേക്ക്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവ് ശിക്ഷ. ആദ്യം 30 വർഷം വിവിധ കുറ്റകൃത്യങ്ങൾ പ്രകാരം തടവും പിന്നീട് ജീവപര്യന്തവും ശിക്ഷ അനുഭവിക്കണം. വിധിയിൽ തൃപ്തിയില്ല എന്ന് വന്ദനയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായി കേസായി പരിഗണിക്കാൻ കഴിയില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. വിധിയിൽ അപ്പീൽ പോകുമെന്നും കുടുംബം പ്രതികരിച്ചിട്ടുണ്ട്. വിധി ഇപ്പം 2 വർഷവും 10 മാസവും 11 ദിവസവുമായി എൻ്റെ മോളുടെ ഈ കൊലപാതകം നടന്നിട്ട് അതിനുശേഷം ഞങ്ങൾ
മുഴുവൻ സമയം ഇതിൻ്റെ കൂടെ തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട കോടതി ഈ വിധി പ്രസ്താവിച്ചു. ആ പ്രതിയിൽ നമുക്ക് ആശ്വാസമുണ്ട്. നമ്മുടെ പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ചിട്ട് ഇനി അടുത്ത് ഫർദർ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കും. ഇപ്പോഴത്തെ ഈ വിധി കുറച്ച് ആശ്വാസം തന്നെയാണ്. ഇനി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും ആയിട്ട് ആലോചിച്ചതിന് ശേഷം അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ചെയ്യും. വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, വിധിയിൽ സംതൃപ്തിയുണ്ട് എന്ന് പറയുമ്പോഴും പ്രതീക്ഷിച്ചിരുന്ന വിധി ഇതല്ല എന്നായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ പ്രോസിക്യൂഷൻ അടക്കം പറഞ്ഞത് പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണം എന്നുള്ളതാണ്. എന്തായാലും അതിന്റെ ഭാഗമായിട്ട് മേൽക്കോടതിയിലേക്ക് സമീപിക്കാൻ തന്നെയായിരിക്കുമല്ലോ തീരുമാനം. തീർച്ചയായും പ്രോസിക്യൂഷനും ഈ വന്ദനയുടെ മാതാപിതാക്കളും അത്തരത്തിൽ ഈ കേസിനെ അപൂർവങ്ങളായി കണ്ടുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വധശിക്ഷ നൽകുന്ന ഒരു തരത്തിലേക്ക് ഈ കേസ് എത്തിക്കണം എന്ന ആവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇത്തരത്തിൽ അപൂർവമായി കണ്ട് പരിഗണിക്കാനാവില്ല എന്നാണ് കോടതി ഈ കേസിനെ നിരീക്ഷിച്ചത്. കാരണം ഈ പ്രതി ഡോക്ടർ വന്ദനയെ കുത്തിക്കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല ഈ ആശുപത്രിയിൽ എത്തിയത് എന്ന തരത്തിൽ ആണ് ഈ ഇപ്പോൾ ഒരു നിരീക്ഷണം കോടതി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപൂർവങ്ങളായി പരിഗണിക്കാൻ പറ്റാത്തതിന്റെ പേരിലാണ് കേസ് ഇത്തരത്തിൽ ജീവപര്യന്തം അല്ലെങ്കിൽ 302 പ്രകാരം വകുപ്പ് പ്രകാരം ജീവപര്യന്തം എന്നതിലേക്ക് വന്നത്. ഏതായാലും കേസിൽ മറ്റു വിവിധ വകുപ്പുകൾ 307 മുതലുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 30 വർഷം ഈ കേസിൽ സന്ദീപ് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനുശേഷം മാത്രമായിരിക്കും ജീവപര്യന്തം ശിക്ഷ തുടങ്ങുക. സ്വാഭാവികമായും 40 വയസ്സുള്ള പ്രതിക്ക് അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന പ്രതിക്ക് ഈ 30 വർഷം കൂടി ഈ വിവിധ വകുപ്പുകളിൽ ശിക്ഷ അനുഭവിച്ചതിനു ശേഷം പിന്നീട് ജീവപര്യന്തം അനുവദിക്കുമ്പോൾ കൂടി ഏറെ വർഷങ്ങൾ ജയിൽ കിടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഏതായാലും ഈ വിധിയിൽ തൃപ്തി പോരാ എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും ബന്ധുക്കളുടെ അല്ലെങ്കിൽ വന്ദനയുടെ മാതാപിതാക്കളുടെ ഒക്കെ തീരുമാനപ്രകാരം ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ മാതാപിതാക്കളുടെ തീരുമാനം. ഏതായാലും ഈ വിവിധ വകുപ്പുകൾ പ്രകാരം ഈ കേസിൽ പ്രതി ശിക്ഷ അനുഭവിക്കുമ്പോൾ തന്നെ ശരി സുധീഷ്, എന്തായാലും വിധിയിൽ അപ്പീൽ പോകുമെന്നാണ് കുടുംബവും പ്രോസിക്യൂഷനും അറിയിക്കുന്നത്. സുധീഷായിരുന്നു വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി യൂണിറ്റിൽ 5 രോഗികൾ മരിച്ചത് തീപിടുത്തത്തിന് പിന്നാലെയെന്ന് ബന്ധുക്കൾ. അഗ്നിബാധയെ തുടർന്ന് രോഗികളെ മാറ്റുന്നതിനിടയിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നീക്കിയത് മരണകാരണമായെന്ന ആരോപണവുമായി നെയ്യാറ്റിൻകര സ്വദേശി സനീഷിന്റെ ബന്ധുക്കൾ രംഗത്തെത്തി. ഇതിന് പിന്നാലെ കൂടുതൽ പേർ ആരോപണവുമായി രംഗത്ത് വരികയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർജിക്കൽ ICUവിലെ വെന്റിലേറ്ററിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അഗ്നിബാധയുണ്ടായത്. ഉടൻ തന്നെ ചികിത്സയിലുണ്ടായിരുന്ന രോഗികളെ ഒഴിപ്പിച്ചിരുന്നു. രോഗികൾക്കൊന്നും ചെറിയ പൊള്ളൽ പോലും ഉണ്ടായിട്ടില്ല എന്നും എല്ലാവരും സുരക്ഷിതരാണെന്നുമായിരുന്നു ആശുപത്രി അധികൃതരുടെ വിശദീകരണം. എന്നാൽ തൊട്ടടുത്ത മണിക്കൂറുകളിൽ 5 പേരുടെ മരണം സംഭവിച്ചിരുന്നു. ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നെയ്യാറ്റിൻകര സ്വദേശി 38-കാരൻ സനീഷ്, ഓട്ടോ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആയൂർ സ്വദേശി കൃഷ്ണൻകുട്ടി, കാർ ഓട്ടോയിൽ ഇടിച്ച് പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ റഹീം, വാഹനാപകടത്തിൽ പരിക്കേറ്റ ചിറയൻകീഴ് സ്വദേശി ഓമനാമ്മ, ബാലരാമപുരം സ്വദേശി ശ്രീധരൻ എന്നിവരാണ് മരിച്ചത്. അപകടശേഷം സനീഷിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും കഞ്ഞി കുടിച്ചു തുടങ്ങിയിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു. തീപിടിച്ച വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്ന സനീഷിന് തീപിടുത്തത്തിന് ശേഷം നില വഷളായെന്നും രക്ഷപ്പെടില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിക്കുകയായിരുന്നു. ബുധനാഴ്ച മരണം സ്ഥിരീകരിച്ചു. രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് ആളിന് ഇത്തിരി ക്രിട്ടിക്കലാണ്, നിങ്ങൾക്ക് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ പറഞ്ഞു. അപ്പോൾ അവനും ആകെ വിഷമിച്ച് അവിടെ എന്നിട്ട് പറഞ്ഞ് BP ആകെ താന്ന്, പിന്നെ ബ്രീത്തിങ് ഭയങ്കര ഇതായി എന്ന് പറഞ്ഞ് BP ഒരു മരുന്നിന് എഴുതി കൊടുത്ത് വാങ്ങിക്കൊണ്ടൊക്കെ കൊടുത്ത്. പക്ഷെ ഒന്നും അറിയാൻ പാടില്ല. അവസാനം വൈകിട്ട് രാത്രിയോടടുത്ത് അവൻ്റെ എത്തായെന്നറിയിച്ച് അങ്ങനെ നമ്മളാകെ ഇതായി. പക്ഷേ അവനിത് സംഭവിക്കേണ്ട ഒരു കാരണവും അപ്പോഴില്ല. പക്ഷേ ഈ തീപിടുത്തം മൂലമാണ് അവനിത് സംഭവിച്ചത്. മരിച്ച കൃഷ്ണൻകുട്ടിയുടെ ബന്ധുക്കളും സമാന അനുഭവം വിവരിക്കുകയാണ്. തീപിടുത്തത്തെ തുടർന്ന് രോഗികളെ മാറ്റുന്നതിനിടയിൽ സംഭവിച്ച അപാകതയാകാം മരണകാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്നാൽ മരണങ്ങൾ രഹസ്യമാക്കി വെച്ച ആശുപത്രി അധികൃതർ മരിച്ചവരെല്ലാം ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാസർഗോഡ് മൊഗ്രാലിൽ BLO പുഴയിൽ ചാടി മരിച്ചു. മൊഗ്രാൽ പുത്തൂർ കടവത്ത് സ്വദേശി സവാദാണ് മരിച്ചത്. ബൈക്ക് പാലത്തിൽ വെച്ച ശേഷം ഇന്ന് രാവിലെ 7:30-ക്കാണ് സവാദ് പുഴയിലേക്ക് ചാടിയത്.
ചെർക്കള സ്കൂളിൽ അധ്യാപകനാണ് സവാദ്. കൊച്ചി വടുതലയിൽ വാടക വീട്ടിൽ കുടുംബത്തിലെ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. 2 സ്ത്രീകളും 3 കുട്ടികളുമാണ് മരിച്ചത്. തിരുവനന്തപുരം സ്വദേശികളായ ഇവർ 2 മാസം മുൻപാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി വാടക വീടെടുത്ത് താമസം തുടങ്ങിയത്. അശ്വതി എന്നയാളുടെ പേരിലാണ് വീട് എടുത്തിരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ഇറാനിൽ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചുവെന്നും യുദ്ധം അവസാനിപ്പിക്കുന്നത് ആലോചനയിലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ വെടിനിർത്തൽ കരാറിലേക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിന്റെ സംരക്ഷണ ചുമതല മറ്റു രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്ന കർശന നിർദ്ദേശവും ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അമേരിക്കയെ സഹായിക്കാൻ മടിക്കുന്ന സഖ്യകക്ഷികളെ ഭീരുക്കൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അമേരിക്കയ്ക്ക് ഇനി ഹോർമുസ് പാതയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടതില്ല. ഈ പാത വഴി എണ്ണ കൊണ്ടുപോകുന്ന രാജ്യങ്ങൾ തന്നെ സുരക്ഷാ ചെലവുകൾ വഹിക്കണം എന്നുമാണ് ട്രംപിന്റെ വാദം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ US-UK സൈനിക താവളമായ ഡീഗോ ഗാർഷ്യയിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. സംഘർഷം ആരംഭിച്ച ശേഷം പശ്ചിമേഷ്യയ്ക്ക് പുറത്തേക്ക് ഇറാൻ ആക്രമിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അതേസമയം ഇറാനിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്താൻ അമേരിക്കൻ സൈന്യത്തിന് പശ്ചിമേഷ്യയിലെ ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാൻ UK അനുമതി നൽകി. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ ദ്വീപാണ് ഡിഗോ ഗാർഷ്യ. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും തെക്കുഭാഗത്തായും ആഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മധ്യഭാഗത്തുമായാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. US സേനയുടെ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രമാണ് ഡിഗോ ഗാർഷ്യ. ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ വിക്ഷേപിച്ചത്. സംഘർഷം ആരംഭിച്ച ശേഷം പശ്ചിമേഷ്യയ്ക്ക് പുറത്തേക്ക് ഇറാൻ ആക്രമിക്കുന്നത് ആദ്യമായാണ്. 2 മിസൈലുകളാണ് ഡിഗോ ഗാർഷ്യയിലെ US-UK സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടത്. ഒരു മിസൈൽ പറക്കുന്നതിനിടെ തകർന്നു. മറ്റൊന്നിനു നേരെ US യുദ്ധക്കപ്പലിൽ നിന്നും SM-3 ഇന്റർസെപ്റ്റർ പ്രയോഗിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇറാനിൽ നിന്നും 4000 കിലോമീറ്റർ അകലെയാണ് ഈ സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത്. ഇറാൻ സമ്മതിച്ച മിസൈൽ പരിധിക്കും അപ്പുറമാണിത്. തങ്ങളുടെ മിസൈലുകളുടെ പരിധി 2000 കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ മാസം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയിരുന്നു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടെ ഇറാനിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്താൻ അമേരിക്കൻ സൈന്യത്തിന് പശ്ചിമേഷ്യയിലെ ബ്രിട്ടീഷ് താവളങ്ങൾ ഉപയോഗിക്കാൻ UK അനുമതി നൽകി. അനുമതി നൽകുന്നത് കുറച്ചുകൂടി നേരത്തെ വേണ്ടിയിരുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശദമാക്കിയത്. എന്നാൽ ബ്രിട്ടനെതിരെ രൂക്ഷ വിമർശനമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഉന്നയിച്ചത്. ബ്രിട്ടീഷ് പൗരന്മാരിൽ ഏറിയ പങ്കും ഇസ്രയേൽ അമേരിക്കയുടെ യുദ്ധ താൽപര്യങ്ങൾ പങ്കുചേരാൻ താൽപര്യപ്പെടാത്തവരാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അവഗണിക്കുന്ന നടപടിയിലൂടെ ബ്രിട്ടീഷുകാരുടെ ജീവൻ അപകടത്തിലാക്കിയിരിക്കുകയാണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ചെയ്തതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ആഞ്ഞടിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഊർജ്ജ സ്രോതസ്സുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ വിവിധ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ആശയവിനിമയം നടത്തി. അതേസമയം ഇന്ത്യയുടെ 2 LPG ടാങ്കർ കപ്പലുകൾ കൂടി ഹോർമുസ് കടന്നെത്തുമെന്നാണ് റിപ്പോർട്ട്. കപ്പലുകൾക്ക് ഇന്ത്യൻ നാവികസേന വഴിയൊരുക്കും. നേരത്തെ ശിവാലിക്, നന്ദാദേവി എന്നീ 2 LPG കപ്പലുകൾ ഏകദേശം 92,712 മെട്രിക് ടൺ വാതകം വഹിച്ചുകൊണ്ട് ഇന്ത്യയിലെത്തിയിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ പതാക വഹിക്കുന്ന 22 കപ്പലുകൾ കൂടി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ചാലക്കുടി പേയ്മെന്റ് സീറ്റ് ആരോപണവുമായി കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഡെന്നിസ് ആന്റണി. സീറ്റ് വിലയ്ക്ക് വാങ്ങിയതാണെന്ന പ്രചരണം മണ്ഡലത്തിലുണ്ട് എന്നും ഡെന്നിസ് പറഞ്ഞു. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് ഡെന്നിസ് ആന്റണി. പ്രതീക്ഷ തന്നെയായിരുന്നു. രാവിലെ വിളിച്ച് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ സ്ഥാനാർത്ഥിയാണെന്നും തീരുമാനമായെന്നും ഒരുങ്ങണമെന്നും എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രഖ്യാപനം വന്നപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആയിട്ടുള്ള ശ്രീ ബിജു എസ് ചെറിയത്തിൻ്റെ പേര് വരികയും ചെയ്തു. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും വലിയ വിഷമമുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിനോ അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള വിഷമത്തിനോ ഞാൻ മുഖം കൊടുക്കാതെ കാണിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ISL ഈ സീസണിലെ ആദ്യ ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങുന്നു. സ്വന്തം തട്ടകമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് FCയെയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടുക. രാത്രി 7:30 മുതലാണ് മത്സരം. 5 കളികളിൽ 4ലും തോറ്റ ടീം ഒരു പോയിന്റുമായി 13ാം സ്ഥാനത്താണ് ഇപ്പോൾ. തുടർച്ചയായി 4 തോൽവികൾക്ക് ശേഷം അവസാന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ കൊൽക്കത്തയിൽ സമനിലയിൽ കുരുക്കിയത് മാത്രമാണ് ആശ്വാസം. പഞ്ചാബ് 4 കളിയിൽ 5 പോയിന്റുമായി 10ാം സ്ഥാനത്താണ്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.